ഇന്ത്യയിൽ LPG ക്ഷാമത്തിന് വിരാമമില്ല. ഇപ്പോഴും 18 ലക്ഷം ടണ്ണിന്റെ കുറവെന്നാണ് റിപ്പോർട്ട്. മാസം 30 ടൺ LPG വന്നാലും തീർക്കാനാവാത്ത പ്രതിസന്ധിയിലേക്കാണ് രാജ്യം പോകുന്നത്. ഇന്ത്യയിൽ LPG ഉപഭോഗം ഓരോ മാസവും കുതിച്ചു കയറുന്നതിനിടയിലാണ് അപ്രതീക്ഷിത അടിയായി ഇറാൻ US ഇസ്രായേൽ യുദ്ധവും ഹോർമുസ് പ്രതിസന്ധിയും വിരുന്നു വരുന്നത്. 2 ദശാബ്ദം മുമ്പ് തന്നെ രാജ്യത്തെ LPG ഉപഭോഗം 5.35 ലക്ഷം ടണ്ണായിരുന്നത് 2024-25 പ്രകാരം തന്നെ 32 ലക്ഷം ടണ്ണിനടുത്തായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ഗാർഹിക കണക്ഷനുകൾ വ്യാപിപ്പിച്ചത് ഉപഭോഗം കുത്തനെ കൂട്ടാനിടയാക്കിയിരുന്നു. ഈ ഏപ്രിൽ 1 ആരംഭിക്കുന്ന 2026-27 സാമ്പത്തിക വർഷം ഓരോ മാസവും 29 ലക്ഷം ടണ്ണിന്റെ വീതം ഉപഭോഗമുണ്ടാകുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. നിലവിൽ ആഭ്യന്തര ഉൽപാദനം 30% വർദ്ധിച്ചെന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലും ഏതാണ്ട് 15 ലക്ഷം ടണ്ണിന്റെ ഇറക്കുമതി നടന്നാലേ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള LPG തികയുകയുള്ളൂ. ആഭ്യന്തര ഉൽപാദനം 50% വർദ്ധിപ്പിച്ചാലും 13 ലക്ഷം ടണ്ണിൽ കുറയാത്ത ഇറക്കുമതി വേണമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു LPG കപ്പലിന് 46,000 ടണ്ണ് വഹിക്കാനുള്ള ശേഷിയുണ്ടെന്ന് കരുതിയാൽ തന്നെ മാസം 29 കപ്പലെങ്കിലും വരണം. എന്നാലേ ഇന്ത്യയിൽ എല്ലാ ഉപഭോക്താക്കൾക്കും LPG എത്തിക്കാനാകൂ. നിലവിൽ ഹോർമുസ് കപ്പൽ യാത്ര കഠിനമായതിനാൽ ഇന്ത്യക്ക് എത്രത്തോളം LPG എത്തിക്കാനാകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. LPGക്കായി ഇന്ത്യ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് UAE, ഖത്തർ, സൗദി അറേബ്യ, കുവൈത്ത് എന്നിവയാണ്. ഇവയെല്ലാം കയറ്റുമതി നടത്തുന്നതാകട്ടെ ഹോർമുസ് വഴിയാണ് താനും. US-ൽ നിന്ന് LPG വാങ്ങുന്നതിലേക്ക് ഇന്ത്യ കടന്നിട്ടുമുണ്ട്. ഇത് വലിയ തോതിൽ ഉയർത്തേണ്ടിയും വരും. കാനഡ, ആഫ്രിക്ക എന്നിവയും സമീപിക്കേണ്ടി വരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.